ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ അവകാശമുന്നയിച്ച് കീഴ്ക്കോടതിയിൽ ഹർജികൾ സമർപ്പിക്കുന്നതിന് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. മറിച്ചൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെയാണിത്. രാജ്യത്തെ സിവിൽ എല്ലാ കോടതികളും ഹൈക്കോടതികളിലുമായി നിലവിലുള്ള കേസുകൾ സ്വൈര്യം നടത്താനോ മറ്റേതെങ്കിലുമോ ഉത്തരവുകളോ അന്തിമ വിധിയെ പുറപ്പെടുവിക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. കേസ് അടുത്ത തവണ പരിഗണിക്കുന്നതുവരെയാണ് വിലക്ക്. വാരാണസിയിലെ ധ്വാനിഖാവ് മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, സൊബായിലെ ഷാഹി മസ്ജിദ് എന്നീ കേസുകളിലും ഈ ഉത്തരവ് ബാധകമാണ്. ആരാധനാലയങ്ങളുടെ ഘടന മാറ്റുന്നതിനെ തടയുന്ന 1991 ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്നതിനുള്ള BJP നേതാക്കളുടെ ഹർജി പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രാജ്യത്തെ മുസ്ലിം പള്ളികൾക്കും ദർഗകൾക്കും മേലവകാശവാദം ഉന്നയിച്ച് വ്യാപകമായി ഹർജി ഫയൽ ചെയ്യപ്പെടുകയും അതിലെ സിവിൽ കോടതികൾ സ്വരക്ഷയ്ക്ക് ഉത്തരവിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വിധി. ഇത് സംബന്ധിച്ച് കീഴ്ക്കോടതികൾ നിലവിൽ നടക്കുന്ന കേസുകൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇതിൽ 4 കേസുകളിൽ വാദം കേൾക്കുന്നതിനടക്കമുള്ള നടപടികൾക്ക് തടസ്സമുണ്ടാകില്ല. എന്നാൽ അതിൽ വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ല. പുതിയ ഹർജികൾ സ്വീകരിക്കാനും കഴിയില്ല. കേസിൽ നിലപാട് വ്യക്തമാക്കി 6 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു. അതോടൊപ്പം കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം ആർക്കും കാണാവുന്ന വിധം വെബ്സൈറ്റിലേക്ക് പ്രസിദ്ധീകരിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. 2020 സമർപ്പിച്ച ഹർജിക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ അയോധ്യ കേസിലെ 5-അംഗ ബെഞ്ച് ഇതിന്റെ ഭരണഘടനാ സാധുത ശരിവച്ചതാണ്. ആ സാഹചര്യത്തിൽ അത് മറികടന്ന് വിചാരണ കോടതികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതിനാലാണ് തുടർന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പോലുള്ള നടപടി സ്റ്റേ ചെയ്യുന്നതിനും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കീഴ്ക്കോടതിയിൽ നടന്ന കേസുകളിൽ പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന വാദത്തിനിടെ ജമിയത്തുൽ ഉലമ ഹിന്ദിങ്ങിനു വേണ്ടി ഹാജരായ ഭാഷകനെ രാജു രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. രാജ്യത്താകെ 10 പള്ളികൾ, ദർഗകൾ എന്നിവയ്ക്ക് മേലവകാശവാദം ഉന്നയിച്ച് 18 കേസുകൾ നിലവിലുണ്ടെന്ന് അഭിഭാഷകന് കോടതിയെ അറിയിച്ചു. ഇതിന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാര മൊത്തെ എതിർത്തു. കേസിന്റെ ഭാഗമല്ലാത്തയാൾക്ക് സ്റ്റേ ആവശ്യപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു മൊത്തയുടെ വാദം. കേസിൽ നിയമം നിലനിർത്തണമെന്ന് മോഡൽ കൗൺസിലറായി അഭിഭാഷകന് ഉജാസ് മക്ബൂൽ, കേന്ദ്ര സർക്കാരിന് മോഡൽ കൗൺസിലറായി കാനു അഗ്രവാൾ, നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്നവരുടെ ഹർജിക്കാരുടെ മോഡൽ കൗൺസിലറായി വിഷ്ണു ജെയിൻ എന്നിവരെ കോടതി നിയോഗിച്ചു.